ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും റിട്ടയർഡ് അധ്യാപികയുമായ എസ് ഹംസ ബീബി ടീച്ചർ എഴുതിയ കഥ പറയുന്ന കുട്ടികൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പേരുകൊണ്ടും പെരുമ കൊണ്ടും വ്യാപാര പ്രതാപം കൊണ്ടും ഏറെ ശ്രദ്ധേയമായിരുന്ന കുട്ടികളുടെ സമ്പന്നമായ ചരിത്രവും കുടിയേറ്റക്കാരുടെ അതിജീവന പോരാട്ടങ്ങളും പ്രകൃതി കനിഞ്ഞു നൽകിയ മനോഹാരിതയും തികച്ചും തന്മയത്വത്തോടു കൂടിയാണ് ടീച്ചർ ഈ പുസ്തകത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. കുട്ടികളുടെ പഴയകാല പ്രതാപവും സാംസ്കാരിക പാരമ്പര്യവും കണ്ടും കേട്ടും അറിഞ്ഞ് സ്വന്തം ജീവിത അനുഭവങ്ങളുടെ യാഥാർത്ഥ്യങ്ങളിലൂടെ ഒപ്പിയെടുത്ത ഈ അപൂർവ ചരിത്രരേഖ 74-ാം വയസ്സിലും പ്രായത്തെ വെല്ലുന്ന മനക്കരുത്തോടെയും സർഗാത്മകതയോടെയും കൂടിയാണ് അവർ വായനക്കാരുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പള്ളിയുടെ സോവനീർ അവിടെ നിന്നൊക്കെ കിട്ടിയ കാര്യങ്ങളും പിന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന രേഖകളുടെ ആദ്യത്തെ പേജിൽ കുറേ കാര്യങ്ങളുണ്ട്. അതുമൊക്കെ ചേർത്ത് കണ്ടെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ പുസ്തകം ഒരിക്കലും പൂർണ്ണമല്ല, ഒരിക്കലും തെറ്റില്ലാത്തതാണെന്ന് അവകാശപ്പെടുന്നില്ല. അനേകം കുറവുകളുണ്ടാകും. ആ കുറവുകളെല്ലാം എനിക്ക് നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ എൻ്റെ അമ്മ പെറ്റ മക്കൾ പറയുന്ന പോലെ ഞാനതിനെ സ്വീകരിക്കും. ഒരിക്കലും അതിനെ വിമർശിക്കില്ല. ഞാൻ വലിയൊരു പണിക്കാരൻ്റെ മോളാണ്. എൻ്റെ അച്ഛനാണ് കൂട്ടിക്കൽ വള്ളം കടത്തിക്കൊണ്ടിരുന്നത്. അപ്പം മാസശമ്പളം 45 രൂപയാണ്. പിന്നെ അക്കരയ്ക്കര കടത്തുന്നതിന് 5 പൈസയും 10 പൈസയും അണ മാറി പൈസ വന്നപ്പോൾ അണയായിരുന്നപ്പോൾ അരയണയും ഒരണയുമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു. കുട്ടിക്കൽ ബെഡായി ഓഡിറ്റോറിയത്തിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിന് കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് MJ സെബാസ്റ്റ്യൻ പുസ്തക പ്രകാശനവും ഉപകാര സമർപ്പണവും നിർവഹിച്ചു. അവർ കുറച്ചുകൂടെ അഡ്വാൻസാണ്. ടീച്ചർ ഈ ഒരു പുസ്തകം എഴുതുമ്പോൾ അതിനോടൊപ്പം ഇതിനെ വേറൊരു ഡിജിറ്റൽ സിസ്റ്റത്തിലേക്കൂടെ ടീച്ചറിനെ സഹായിച്ച മക്കളും ഇതിനെ സഹായിച്ച ആളുകളും അതിൽ ഒരു ഡിജിറ്റൽ വേർഷനിലേക്ക് മാറ്റണം. ഇന്ന് കഥകളൊക്കെ വായിക്കുന്ന പുസ്തകത്തെക്കാൾ ഉപരിയായി പുതിയ തലമുറ, ഒരു 40 വയസ്സിൽ താഴെയുള്ള തലമുറ ഡിജിറ്റലാണ്. കുട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി അഗസ്റ്റിൻ പൊന്നാട അണിയിച്ച് ഹംസ ബീബി ടീച്ചറെ ആദരിച്ചു. ദുബായ് ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയറും പ്രവാസി ലീഗൽ സെൽ ഷാർജ ജനറൽ സെക്രട്ടറിയുമായ അൽ നിഷാജ് ഷാഗുൽ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ കൊക്കയാർ പഞ്ചായത്ത് പ്രസിഡന്റ് D സുഗുണൻ, ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ കുട്ടിക്കൽ പൗരസമിതി മെമ്പർ നിയാസ് P കൂട്ടിക്കൽ, സ്നേഹതീരം പ്രസിഡന്റ് ജോണി മാത്യു, വേലുനിലം കൂട്ടിക്കൽ കുടിവെള്ള പദ്ധതി പ്രസിഡന്റ് KK കുര്യൻ, കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് പ്രിൻസിപ്പൽ ബിനോ K പെരുന്തോട്ടം, സാഹിത്യകാരനും ഗുരുശ്രേഷ്ഠ അവാർഡ് ജേതാവുമായ പൊൻകുന്നം സെയ്ദ്, അഷ്റഫ് കല്ലുപുരയ്ക്കൽ, KSSPU പ്രസിഡന്റ് ദേവസ്യാച്ചൻ PG, മംഗളം എക്സിക്യൂട്ടീവ് എഡിറ്റർ EP ഷാജഹാൻ, തണൽ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് അബ്ദുൾ കലാം ആരിഫ്, ബ്രദേഴ്സ് ക്ലബ് പ്രസിഡന്റ് ഷുക്കൂർ കുതിരങ്കാവിൽ, വേലുനിലം കൂട്ടിക്കൽ കുടിവെള്ള പദ്ധതി സെക്രട്ടറി KP നസുറുദ്ദീൻ, പ്രവാസി വെൽഫെയർ ഭാരവാഹികൾ അബ്ദുൾ ആൽസൻ പാട്ടീൽ, LC ജോസഫ് ടീച്ചർ, മുൻ വിദ്യാർത്ഥി പ്രതിനിധികളായ ലാലു തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ സംസാരിച്ചു.